പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പോലെ എത്രയും പെട്ടെന്ന് ദിയ മോളും ഉമ്മയുടെ കൈകളിൽ എത്തിച്ചേരട്ടെ. ജുനൈദിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അദ്ദേഹം അതിൽ പല വിലപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചിട്ടും സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് കുറച്ച് ഭാഗങ്ങൾ കേട്ടു നോക്കാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മളെ മോളെ തിരിച്ചെത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. ഇനിയും പ്രാർത്ഥന തുടരുക നിങ്ങൾ. കാരണം ഈ കേസ് അന്വേഷണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് ഏകദേശം പ്രതിയിലേക്കും കാര്യങ്ങളും കുട്ടികൾ എന്താണെന്ന് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പോലീസിന്റെ സഹായം വേണമെന്ന്. അപ്പൊ എല്ലാ ഭാഗത്തും നോക്കുമ്പോഴും അവരുടെ ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ കാരണം പോലീസിനെ എനിക്ക് തീരെ വിശ്വാസമില്ല. കാരണം ഞാൻ പറഞ്ഞ എല്ലാ പോലീസിനെയും ഞാൻ അങ്ങനെ പറയില്ല. ഇരിട്ടിയിലെ പോലീസ്, കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു കാര്യം അവരടുത്ത് പോയിട്ട് പറഞ്ഞാല് ഒരു പക്ഷെ എനിക്ക് കുട്ടി നഷ്ടപ്പെടുമോ അതോ പ്രതികൾ നഷ്ടപ്പെടുമോ എന്ന് മാത്രം കരുതിയിട്ട്. കാരണം നമ്മൾ 2.5 വർഷം അന്വേഷിച്ചതൊക്കെ വെറുതെ ആകുമോ? കാരണം ഞങ്ങളെക്കാട്ടി നീ ഷൈൻ ചെയ്യേണ്ടതെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇനി എന്ത് വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്ര ധൈര്യമായിട്ട് തുറന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് വിശ്വാസമില്ല അവരെ. കാരണം ഞാൻ അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചപ്പോ അതേപോലെ മാതാപിതാക്കളെ വിളിപ്പിച്ച് ഒക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞേ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോലീസുകാർ പറയുന്നത്, ഇരിട്ടിയിലെ പോലീസുകാരാ പറയുന്നത്. അവരിന്റെ വീഡിയോ കേൾക്കുന്നുണ്ട്, അവരും കേൾക്കാനും കൂടെ പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് മേലുന്ന് ഇനി കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേളുന്ന് ഉത്തരവ് വരണം. ഉത്തരവ് വന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നത്. അപ്പോ ആ കൂട്ടത്തിലുള്ള അതായത് മേലുദ്യോഗസ്ഥനായാലും ശരി ഏത് മറ്റാനായാലും ശരി അവർക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവർക്കൊന്നും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാണ്, നമുക്കൊന്നേ ഉണ്ടാവുള്ളൂ. അവർക്ക് ഒരുപാട് കേസും കാര്യങ്ങളും ഉണ്ടാവും. ഇത്രത്തോളം ആയ സ്ഥിതിക്ക്, ഇത്രത്തോളം മാധ്യമങ്ങളും ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഇത്രയും കാര്യങ്ങൾ തുമ്പമായിട്ട് പ്രതി അവരെ മുന്നിലിട്ട് കൊടുത്തിട്ട് അവർക്ക് പിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? സമാനമായ ഒരു സംഭവം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലെ മെറീന ബീച്ചിൽ വെച്ചു നടന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ പോലീസും മാതാപിതാക്കളും കൂടെ ചേർന്ന് തിരിച്ചു കണ്ടെത്തി. അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ നമ്മൾക്ക് കണ്ടു നോക്കാം. 5-year-old Rehan has been coming to the Marina Beach every day, not to build sand castles or to buy candy, but to look for his twin sister Tamanna. The little brother is also part of a search in Chennai for Tamanna. The Urdu-speaking lower kindergarten student had come to the beach with her family at about 7:30 p.m. on the 11th last week. She suddenly disappeared after she went to buy sweets, hardly 15 feet away from the spot where her family had been sitting. The beach was crowded that evening. There were 5 other children who got lost that day. 4 were found by the police. Only Tamanna is still missing. The family has started a Facebook page on their missing child and are pasting posters with her picture across Chennai. Tamanna does not come from an affluent family. Her father runs a small pharmacy in the city. Till now I had never any call. There is nothing, no call from me. Maybe there is some miscalculation or misstanding with my kid. Maybe they are somebody taken. So I humbly request them to please return my kid to me. Have just one desire now, to find their darling daughter soon. 5 വയസ്സുകാരി തമന്ന തൻ്റെ കുടുംബവുമായി വീണ്ടും ഒന്നിക്കാൻ ഭാഗ്യവതിയാണ്. മെയ് 13 ചെന്നൈ മെറീന ബീച്ചിൽ കുടുംബം വിനോദയാത്രയ്ക്ക് പോയ സമയത്താണ് അജ്ഞാതർ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. തമന്നയെ കണ്ടെത്താൻ തമന്നയുടെ കുടുംബം നടത്തുന്ന വൻ തിരച്ചിലിനെ കുറിച്ച് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെടാത്ത അവളെ തട്ടിക്കൊണ്ടു പോയവർക്ക് അറിയില്ലായിരുന്നു. ഇടത്തരം കൂട്ടുകുടുംബം പെൺകുട്ടിയെ രക്ഷിക്കാൻ ഒരു വഴിയും ഉപേക്ഷിച്ചില്ല. കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിൽ തൃപ്തരാകാതെ കുടുംബം തെരുവിലിറങ്ങി പോസ്റ്ററുകൾ ഒട്ടിക്കുകയും തമന്നയുടെ ഫോട്ടോ പതിച്ച ഹാൻഡ് ബില്ലുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ തങ്ങളെ ബന്ധപ്പെടാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് അവർ തങ്ങളുടെ ഫോൺ നമ്പറുകളും നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. തമന്നയുടെ 2 അമ്മാവന്മാരും അവരുടെ സുഹൃത്തുക്കളും അയൽക്കാരും നഗരത്തിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും പോസ്റ്ററുകൾ പതിപ്പിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് ടെർമിനലുകളും പുറത്ത് പോസ്റ്ററുകൾ ഒട്ടിച്ചു. താമസിയാതെ ആളുകൾ വിളിക്കാനും വിവരങ്ങളൊക്കെ കൊടുക്കുവാനും തുടങ്ങി. തമന്നയുടെ പിതൃ സഹോദരൻ ജംഷഡ് ഓർമ്മിക്കുന്നു, എന്തായാലും ഒട്ടുമിക്ക ലീഡുകളും ഒരു അന്തിമ ഘട്ടത്തിലെത്തി. തമന്നയെ പോലെ ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടതായി ആരോ പറഞ്ഞപ്പോൾ അവർ തിരുപ്പതിയിലേക്ക്, അതായത് ചെന്നൈയിൽ നിന്നും ഏകദേശം ഒരു 150 കിലോമീറ്റർ വരെ പോയി. അവിടെ ഒരുപാട് തെരച്ചിലുകളൊക്കെ തുടർന്നിട്ടും രാവും പകലും ഒക്കെ സുഹൃത്തുക്കളും അയൽക്കാരും എല്ലാം ചേർന്ന് തിരച്ചിലുകൾ നടത്തി. പിന്നെ കുടുംബം പത്രങ്ങളിൽ പരസ്യം നൽകി. എയർടെൽ ഏജൻസി നടത്തുന്ന ജംഷഡിൻ്റെ ബോസ് ഖാൻ സെർച്ച് ഫോർ തമന്ന എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് സൃഷ്ടിച്ചത് മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. NDTV ഹിന്ദുവിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സഞ്ജയ് പിൻഡോ അവരുടെ ആവശ്യത്തിന് പിന്തുണയുമായി മുന്നോട്ട് വരികയും
അവരുടെ ചാനലിൽ തമന്നയെ തിരയുക എന്ന വാർത്ത പ്ലേ ചെയ്യുകയും ചെയ്തു. വാർത്ത പറഞ്ഞപ്പോൾ തട്ടിക്കൊണ്ടു പോയവർക്ക് പ്രത്യക്ഷത്തിൽ തണുത്ത കാലുകൾ വികസിച്ചു. സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സർക്കാർ ജനറൽ ആശുപത്രിയിൽ തമന്നയെ കാണാനാകുമെന്ന് മെയ് 19 അജ്ഞാതർ വിളിച്ചു കുടുംബത്തെ അറിയിച്ചു. We will give you a better news. She was in Chennai. അതുപോലെ തന്നെ 9 വർഷം മുമ്പ് വടക്കൻ ഡൽഹിയിലെ ആശുപത്രിയിൽ നിന്നും അമ്മ വൈദ്യപരിശോധനയ്ക്ക് പോയപ്പോൾ 1 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയ കാര്യം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. ഒരു പാർട്ടിയിൽ വെച്ച് കുഞ്ഞിൻ്റെ ഫോട്ടോ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് കുഞ്ഞിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. തട്ടിക്കൊണ്ടു പോയതെന്ന് ആരോപിച്ച് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കോടതി നടപടികൾ ഒരുപാട് ലീഗൽ സൈഡ്, സാധാരണ ഇപ്പോൾ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കില്ല. അതിന് ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. രക്ഷിതാക്കൾക്കും DNA ടെസ്റ്റൊക്കെ സാധാരണ നടത്താൻ കോടതിയൊക്കെ ഉത്തരവിടാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത്. Parents overjoyed after having found the child, but the court is going to take a decision as to what will happen next. The DNA test is yet to happen, which will prove whose child the child is really. ഇതിൻ്റെ തളരാതെയുള്ള പരിശ്രമങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ഇത്ര വരെ അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ഇനിയും കാലതാമസമൊന്നും കൂടാതെ തന്നെ കുഞ്ഞിനെ ഉടനെ തിരിച്ചു കിട്ടാൻ ഇടവരട്ടെ. ഈ മുമ്പ് ഇന്ന് പറഞ്ഞ കേസിൽ സ്വന്തം കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ആ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം, അതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അതുപോലെ തന്നെയുള്ളൊരു സന്തോഷം നമ്മുടെ ദിയമോളുടെ ഉമ്മയുടെ മുഖത്ത് എത്രയും വേഗം കാണാനായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു അതിനുള്ളൊരു ഭാഗ്യം എത്രയും വേഗം തരട്ടെ. അതിന് പോലീസ് ഉദ്യോഗസ്ഥർ മുൻകൈ എടുത്ത് കാര്യങ്ങൾ വിജയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിക്കാൻ അവർക്ക് അതിനുള്ള മനസ്സ് വരട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.